മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 12ാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അർജുനന്റെ വാക്കിനെ കേട്ട യുധിഷ്ഠിരൻ വീണ്ടും പറഞ്ഞു, ഉണ്ണി ധനഞ്ജയ, നീ വില്ലാളി വീരനും അജയ്യനായ യോദ്ധാവുമാണ്. എന്നാൽ ശാസ്ത്രവും ധർമ്മരഹസ്യവും നിനക്ക് വേണ്ടത്ര അറിയുമെന്ന് തോന്നുന്നില്ല. ഇഹപരങ്ങളായ ലോകങ്ങളെ സംബന്ധിച്ച ശാസ്ത്രങ്ങളെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. കർമ്മങ്ങളുടെ ഗതിയെക്കുറിച്ചും കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. കർമ്മം കൊണ്ട് പലതും നേടാൻ കഴിയും. എന്നാൽ അവയൊന്നും ആരെയും കൃതാർത്ഥനാക്കിയിട്ടില്ല. ധൂമമാർഗമല്ല, ദേവമാർഗമാണ് ശ്രേയസ്സിനാസ്പദമായിട്ടിരിക്കുന്നത്. അത് കർമ്മം കൊണ്ട് നേടാവുന്നതുമല്ല. സംസാരത്തെ ത്യജിച്ച് ജ്ഞാനസമ്പന്നരും പരിവ്രാജകരുമായ പലരും ചാരിതാർത്ഥന്മാരും മുക്തന്മാരുമായിട്ടുണ്ട്. ശാസ്ത്രത്തിന്റെ നിഗൂഢാർത്ഥങ്ങളെ ഗ്രഹിക്കുന്നവർ ഇന്നും അങ്ങനെ ചെയ്യുന്നു. ധനത്തിന് പ്രാധാന്യമുണ്ട്, പക്ഷെ അത് ലോകത്തിലെ അനുഭവങ്ങളെ അപേക്ഷിച്ച് മാത്രമാണ്. ഒരാളുടെയും ചാരിതാർത്ഥ്യത്തിന് അത് കാരണമല്ല താനും. ഇപ്രകാരമുള്ള യുധിഷ്ഠിരന്റെ വാക്കുകൾക്ക് ദേവസ്ഥാനൻ എന്ന തപസ്വിയാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറയുകയാണ്, യുധിഷ്ഠിര, ധനത്തേക്കാൾ വലുതായിട്ടൊന്നുമില്ലെന്നാണല്ലോ അർജുനൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് പറയാം, ശ്രദ്ധിച്ചു കേൾക്കൂ. ധനം പ്രയത്നിച്ച് സമ്പാദിക്കപ്പെടേണ്ട വസ്തുവാണ്. എന്നാൽ അതിന്റെ ആവശ്യം യജ്ഞങ്ങളുമാണ്. ഋഷികൾ പലരും യജ്ഞശീലരാണ്. ജ്ഞാനയജ്ഞം, തപോയജ്ഞം, യോഗയജ്ഞം എന്നിങ്ങനെ പലതര യജ്ഞങ്ങളെയും അവർ ചെയ്യുന്നുണ്ട്. ധനമില്ലാത്തവനെങ്ങനെ യജ്ഞം നടത്തും? അതിനാൽ ധർമ്മത്തിൽ കൂടി വിജയിച്ചെടുത്ത സമ്പത്തിനെ യജ്ഞങ്ങൾക്കായി ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ചെയ്യുന്നതിൽ പരം ധന്യമായ ജീവിതം മറ്റൊന്നും തന്നെയില്ല. പണ്ട് ബൃഹസ്പതി ഇന്ദ്രനോട് പറഞ്ഞത് ഏതാണ്ട് ഇങ്ങനെയാണ്: സന്തോഷമാണ് ജീവികളുടെ കാമ്യവസ്തു. സന്തുഷ്ടനാവാൻ വേണ്ടിയാണ് പലതും ചെയ്യുന്നത്. അസന്തുഷ്ടന് എവിടെയും ശ്രേയസ്സുണ്ടാവാൻ വയ്യ. എല്ലാവരും സന്തോഷത്തെയാണ് കാക്ഷിക്കുന്നത്. ചിലർക്കെങ്കിലും അത് കൊടുക്കാൻ കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. അഭീഷ്ട വസ്തുക്കളെ ദാനം ചെയ്യുന്നത് കൊണ്ട് വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഒരുപോലെ സന്തോഷിക്കാൻ ഇടയാകും. അതുകൊണ്ടാണ് ദാനത്തെ പുകഴ്ത്തുന്നത്. യജ്ഞങ്ങളെയും ദാനങ്ങളെയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ എപ്പോഴും സന്തുഷ്ടനും ചാരിതാർത്ഥനുമായിരിക്കും. ധർമ്മവും അതുതന്നെ. അതിനാൽ അങ്ങ് ധാർമ്മികമായി ജീവിക്കൂ. അതിൽ പരം ശ്രേയസ് മറ്റൊന്നും തന്നെയില്ല. ത്യാഗം കൊണ്ട് സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും. മഹാത്മാവായ ദേവസ്ഥാന ഋഷി ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടും യുധിഷ്ഠിരന് ഭാവമാറ്റമൊന്നും കണ്ടില്ലെന്ന് വന്നപ്പോൾ വീണ്ടും അർജുനൻ പറയുകയാണ്, മഹാരാജാവേ, നാം യുദ്ധം ചെയ്ത് ശത്രുക്കളെയൊക്കെ ജയിച്ച് രാജ്യം നേടിയിട്ടും എന്താണ് അങ്ങിങ്ങനെ വ്യസനിക്കുന്നത്? ആസ്ഥാനത്തുള്ള അങ്ങയുടെ വൈരാഗ്യവും ഭൂഷണമല്ല. തപസ്സും സന്യാസവും നല്ലതാണ്, എന്നാൽ അത് ബ്രാഹ്മണന്റെ ധർമ്മമല്ലേ? നാം ക്ഷത്രിയരായിരിക്കെ എന്തിനാണ് അതിനൊരുങ്ങുന്നത്? ക്ഷാത്രധർമ്മം തന്നെ നമുക്ക് ശ്രേയസ്സിനെ തരില്ലേ? എല്ലാവരും ബ്രാഹ്മണധർമ്മത്തെ സ്വീകരിക്കുന്നുവെങ്കിൽ പിന്നെ ദുഷ്ടനിഗ്രഹവും ധർമ്മപരിപാലനവും ആര് ചെയ്യും? ധർമ്മപരിപാലനത്തിന് ചുമതലപ്പെട്ടവരായ നാം അത് ചെയ്യുന്നില്ലെങ്കിൽ മറ്റെന്തു തന്നെ ചെയ്തിട്ട് എന്താണ് കാര്യം? ധർമ്മത്തെ മുൻനിർത്തി യുദ്ധം ചെയ്ത് ശത്രുക്കളെ ജയിച്ച് രാജ്യം പിടിച്ചടക്കി പ്രജകളെ പരിപാലിക്കലല്ലേ ക്ഷത്രിയന്റെ ധർമ്മം. അത് സാധിക്കാൻ വേണ്ടിയല്ലേ നാം യുദ്ധം ചെയ്തതും ശത്രുക്കളെ ജയിച്ചതും. എല്ലാം കഴിഞ്ഞ് രാജ്യം സ്വാധീനമായി കഴിഞ്ഞപ്പോൾ അങ്ങേക്ക് ഈ വൈരാഗ്യം എങ്ങനെ വന്നു ചേർന്നു? അത് തികച്ചും അസ്ഥാനത്താണ്. അതിനാൽ വിപരീത ചിന്തകളെല്ലാം വിട്ട് അങ്ങ് രാജ്യപരിപാലനത്തിനൊരുങ്ങൂ. എന്നിങ്ങനെയുള്ള അർജുനവാക്യം യുധിഷ്ഠിരനെ പറയത്തക്ക മാറ്റമൊന്നും വരുത്തിയില്ല എന്ന് വന്നപ്പോൾ പെട്ടെന്ന് വന്നു ചേർന്ന വ്യാസാചാര്യൻ പറയാൻ തുടങ്ങി, യുധിഷ്ഠിര, ശാസ്ത്രസമ്മതവും ശ്രേയസ്കരവുമായ കാര്യമാണ് അർജുനൻ പറഞ്ഞത്. അങ്ങ് ഗൃഹസ്ഥനാണ്. തപസ്സിനോ സന്യാസത്തിനോ പോകേണ്ട സന്ദർഭമല്ല ഇപ്പോൾ. ദേവന്മാരും പിതൃക്കളും ഭൂതങ്ങളുമെല്ലാം ഗൃഹസ്ഥനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പക്ഷികളും മൃഗങ്ങളും ഗൃഹസ്ഥന്റെ ധർമ്മത്തിൽ കൂടെ പുലരേണ്ടവരാണ്. വാസ്തവത്തിൽ 4 ആശ്രമങ്ങളിലും വെച്ച് ശ്രേഷ്ഠമാണ് ഗൃഹസ്ഥാശ്രമമെന്ന് പറയണം. ഗൃഹസ്ഥൻ തന്റെ ധർമ്മത്തെ ആചരിക്കുന്നില്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഗതി തന്നെ നിന്നു പോകും. പ്രത്യേകിച്ചും ക്ഷത്രിയൻ തന്റെ ധർമ്മത്തെ ആചരിക്കാത്ത പക്ഷം മറ്റ് ധർമ്മങ്ങളൊന്നും തന്നെ ശരിക്ക് നടക്കാൻ വയ്യ. ബ്രാഹ്മണന്റെ തപസ്സും വൈശ്യന്റെ കൃഷ്യാദികളും ക്ഷാത്രത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. ധർമ്മപരിപാലനം ഒന്നുകണ്ട് തന്നെ ഉത്തമനായ ക്ഷത്രിയന് പരമശ്രേയസിനെ പ്രാപിക്കുകയും ചെയ്യാം. അതിനാൽ അങ്ങിപ്പോൾ രാജ്യത്തെ ഉപേക്ഷിക്കേണ്ട സന്ദർഭമല്ല. ധാർമ്മികമായ ഭരണനിർവഹണം അങ്ങയുടെ ചുമതലയായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും
ധർമ്മലോപം. അങ്ങും അങ്ങയുടെ അനുജന്മാരും എത്ര സാഹസപ്പെട്ടാണ് വനവാസവും അജ്ഞാതവാസവുമൊക്കെ കഴിച്ചുകൂട്ടിയത്. ഭീമാദികൾക്ക് വനവാസകാലത്ത് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടാകും. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ ഒരവസരം വേണ്ടേ? അതിന് പറ്റിയ അവസരമാണിപ്പോൾ. ക്ഷത്രിയനെ അപേക്ഷിച്ച് യുദ്ധവും ഒരു യജ്ഞം തന്നെയാണ്. അങ്ങ് ഹയഗ്രീവ ചക്രവർത്തിയുടെ ചരിത്രം കേട്ടിട്ടില്ലേ? മഹാപ്രഭാവശാലിയും തികഞ്ഞ ധാർമ്മികനുമായിരുന്നു അദ്ദേഹം. ക്ഷാത്രം കൊണ്ട് തന്നെ ശാശ്വതമായ സ്വർഗത്തെ നേടുകയും ചെയ്തു. ഇന്നും സ്വർഗത്തിൽ ദിവ്യഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട് സുഖമായി കഴിയുന്നു. അങ്ങും അതുപോലെ ധർമ്മനിഷ്ഠയോടുകൂടി രാജ്യം ഭരിച്ച് നാനാപ്രകാരത്തിലുള്ള യജ്ഞങ്ങളെയും ചെയ്ത് ധർമാർത്ഥങ്ങളാകുന്ന ത്രിവർഗങ്ങളെ നേടിയ ശേഷം പരിവ്രാജനത്തിനൊരുങ്ങൂ. അതാണ് ധർമ്മത്തിന്റെ സ്ഥിതി. പ്രജകളുടെ സമ്പത്തിന്റെ 1/6 രാജാവ് അവകാശിയാകുന്ന പോലെ അവർ ദുഷിക്കാനിട വന്നാൽ അവരുടെ ദുരിതത്തിന്റെ ഒരംശവും രാജാവ് അനുഭവിക്കേണ്ടി വരും. അതിനാൽ ധർമ്മത്തെ അറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കൂ എന്നിങ്ങനെയുള്ള വ്യാസവാക്യം കേട്ട യുധിഷ്ഠിരൻ പറഞ്ഞു, സർവജ്ഞനായ ആചാര്യ, എനിക്ക് ഈ ഭൗതിക സുഖങ്ങളിൽ അല്പം പോലും താല്പര്യമുണ്ടാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ എല്ലാ തുറകളും ഒരുപോലെ ദുഃഖഭംഗിലങ്ങളാണ്. ഇപ്പോഴത്തെ അവസ്ഥ തന്നെ നോക്കൂ. ഭർത്താക്കന്മാരും പുത്രന്മാരും മരിച്ച സ്ത്രീകളെയും അച്ഛൻ മരിച്ച കുട്ടികളുടെയും ദീനരോധത്തെ കേട്ടും കണ്ണീരിനെ കണ്ടുമല്ലേ ഞാൻ അരമനയിലിരുന്ന് രാജഭോഗങ്ങളെ അനുഭവിക്കേണ്ടത്? എങ്ങനെയാണ് മനസ്സിന് ശാന്തി കിട്ടുന്നത്? ഇതൊന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ വല്ല കാട്ടിലും കയറിയിരുന്നാൽ മനസ്സിന് ശാന്തിക്ക് ഭംഗമില്ല, പരലോകം തടസ്സപ്പെടുന്നുമില്ല. അതിനാൽ ഏറ്റവും നല്ല ജീവിതം സംസാര ത്യാഗമെന്ന് കരുതിയാണ് ഞാൻ പരിവ്രാജനത്തിനൊരുങ്ങുന്നത്. ഇങ്ങനെ യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞപ്പോൾ വ്യാസൻ വീണ്ടും മറുപടി പറഞ്ഞു തുടങ്ങി. യുധിഷ്ഠിര, എല്ലാം കാലത്തിന്റെ ചെയ്തികളാണ്. കാലപ്രവാഹത്തിലാണ് പ്രപഞ്ചം തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയണം. മനുഷ്യനൊരിക്കലും ജയിക്കാൻ കഴിയാത്തതും മനുഷ്യനെയും ദേവനെയുമെല്ലാം എല്ലാ പ്രകാരത്തിലും കീഴടക്കിക്കൊണ്ടിരിക്കുന്നതുമായ മഹാശക്തിയാണ് കാലം. വിത്ത് മുളയ്ക്കുന്നതും വൃക്ഷം പൂക്കുന്നതും കായ് പഴുക്കുന്നതും ബാലൻ യുവാവാകുന്നതും ജീവികൾ ജനിക്കുന്നതും മരിക്കുന്നതുമെല്ലാം കാലത്തിലാണ്. ആദിത്യന്റെ ഉദയാസ്തമയങ്ങൾ കൂടി കാലത്തിലാണ്. കാലശക്തിയെ അതിവർത്തിക്കാൻ ആർക്കും കഴിയില്ല. ആ സ്ഥിതിക്ക് ആരുടെയും മരണത്തിന് ഉത്തരവാദി കാലശക്തി മാത്രമാണ്. വാസ്തവത്തിൽ ആരും ഒന്നിനും കർത്താവല്ല, എല്ലാം കാലമാണ് ചെയ്യുന്നതെന്ന് പറയണം. പിന്നെ ചിലർ മരിച്ചതിനെപ്പറ്റി ഇത്രയൊക്കെ പരിഭ്രമിക്കാൻ എന്താണുള്ളത്? വിവേകികൾ പ്രപഞ്ചത്തിലെ സുഖദുഃഖങ്ങളെപ്പറ്റിയോ വസ്തുക്കളുടെയും ജീവികളുടെയും ഉദയാസ്തമയങ്ങളെപ്പറ്റിയോ അധികമൊന്നും ചിന്തിക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ അവയ്ക്കൊന്നും ഏതൊരു നീക്കുപോക്കുകളും ചെയ്യാൻ ആർക്കും സാധ്യമല്ല. പിന്നെ വെറുതെ ചിന്തിച്ചിട്ടെന്ത് കാര്യം? അതിനാൽ മരിച്ചവരെ പറ്റിയൊന്നും ചിന്തിക്കേണ്ടതില്ല. ഈശ്വരഹിതങ്ങളാണ് ജഗത്തിൽ നടക്കുന്നതെല്ലാം തന്നെയും. അപ്പപ്പോൾ ആചരിക്കേണ്ട ധർമ്മങ്ങളെ ആചരിക്കാൻ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്നതും അത് മാത്രമേയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ട ധർമ്മത്തെ ആചരിക്കാൻ ശ്രമിക്കൂ, മറ്റൊന്നും വിചാരിക്കേണ്ട. ഇപ്രകാരമുള്ള വ്യാസവാക്യത്തെ കേട്ട യുധിഷ്ഠിര മഹാരാജാവ് കുറച്ചു സമയം മറുപടിയൊന്നും പറയാതെ ആലോചനാമഗ്നനായിരുന്ന ശേഷം അർജുനനോട് പറയാൻ തുടങ്ങി. ധനജയ, എല്ലാറ്റിലും വച്ച് ശ്രേഷ്ഠമായ വസ്തു ധനമാണെന്നും ധനമില്ലാത്തവന് ഇഹപര ലോകങ്ങളില്ലെന്നും പറഞ്ഞുവല്ലോ. അങ്ങനെയാണെങ്കിൽ നിസ്വന്മാർക്ക് ഈ ലോകത്തോ പരലോകത്തോ ഏതൊരു ഗതിയുമില്ലെന്നല്ലേ വരുന്നത്? തപസ്വികളും ജ്ഞാനികളുമൊക്കെ നിസ്വന്മാരല്ലേ? അവർക്ക് ഏതൊരു ലോകമാണ് ദുർലഭമായിട്ടിരിക്കുന്നത്? ഈ ലോകത്തിൽ എല്ലാവരെക്കാളും സുഖികളും സന്തുഷ്ടന്മാരുമായിരിക്കുന്നത് അവരല്ലേ? ത്യാഗവും നിസ്സംഗതയുമല്ലേ അവരുടെ വിലമതിക്കാനാകാത്ത സമ്പത്ത്? അങ്ങനെയുള്ള ജ്ഞാനികളും തപസ്വികളും ഏത് നിലയിലുള്ള സമ്പന്നന്മാരെക്കാളും സുഖികളും സന്തുഷ്ടന്മാരുമാണ്. ധനത്തെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്വന്മാരാണ്. ആ സ്ഥിതിക്ക് ധനമാണ് ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വസ്തു എന്ന് എങ്ങനെ പറയും? അതൊരിക്കലും ശരിയാകാൻ വയ്യ. കൂടാതെ ധനവാന്മാരായവരൊക്കെ സുഖികളാണോ? അതും കൂടി നോക്കേണ്ടതുണ്ട്. അല്ലെന്ന് വളരെ വേഗത്തിൽ ബോധിക്കാൻ കഴിയുകയും ചെയ്യും. ധർമ്മനിഷ്ഠ, ത്യാഗം, നിസ്സംഗത, തപസ് തുടങ്ങിയ മഹൽ ഗുണങ്ങൾ ആരിലുണ്ടോ അവനാണ് സുഖിയായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു സത്യമാണ്. ചിലപ്പോൾ ധനവാന്മാരും അങ്ങനെ മഹൽ ഗുണങ്ങൾക്കിരിപ്പിടമാവാറുണ്ട്. അപ്പോൾ അവർ സുഖികളായി തീരാറുമുണ്ട്. അങ്ങനെ കാണുമ്പോൾ ധനമാണ് സുഖത്തിന് ഹേതുവെന്ന് അവിവേകികൾ തെറ്റിദ്ധരിക്കുകയാണ്. അല്ലാതെ ധനം എപ്പോഴും ആർക്കും സുഖഹേതു ആകാറില്ല. പലപ്പോഴും ദുഃഖകാരണമാകാറുമുണ്ട്.
അർജുനനെ നോക്കി ഇത്രയും പറഞ്ഞ ശേഷം യുധിഷ്ഠിരൻ വീണ്ടും വ്യാസനോട് പറയാൻ തുടങ്ങി. തപോധനനായ ആചാര്യ, ഞാൻ എങ്ങനെയാണ് ഗ്രഹത്തിൽ ജീവിക്കേണ്ടത്? മലയിൽ ജനിച്ചു വളർന്ന സിംഹക്കുട്ടിയെപ്പോലെ പരാക്രമശാലിയായ അഭിമന്യുവിനെ ഞാനല്ലേ ദ്രോണന്റെ ചക്രവ്യൂഹത്തിലേക്ക് അയച്ചു കൊല്ലിച്ചത്? അന്നു മുതൽക്ക് അർജുനനെ നോക്കാൻ തന്നെ എനിക്ക് ഭയമാണ്. സുഭദ്രയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അതുപോലെ പാഞ്ചാലിയുടെ സിംഹപരാക്രമികളായ 5 പുത്രന്മാരും വൃദ്ധനായ അച്ഛൻ ദ്രുപദനും ദൃഷ്ടദ്യുമ്നാദി സഹോദരന്മാരും അസംഖ്യം ബന്ധുജനങ്ങളും മരിച്ചത് എന്റെ രാജ്യലോഭം കൊണ്ടൊന്നു മാത്രമാണ്. അങ്ങനെയുള്ള പാഞ്ചാലിയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? കൂടാതെ ആരുടെ മടിയിൽ കളിച്ചാണോ ഞാൻ വളർന്നത്, ആരാണോ രക്ഷിതാവും ഏകബലവുമായിട്ടിരുന്നത്, ആ അജയപ്രഭാവനായ ഭീഷ്മ പിതാമഹനെ ഞാനല്ലേ കൊല്ലിച്ചത്? ആർക്കും ജയിക്കാൻ കഴിയാത്ത ക്ഷത്രിയാന്തകനായ പരശുരാമനോട് യുദ്ധം ചെയ്ത് ജയിച്ചവനാണ് ഭീഷ്മൻ. ഒറ്റത്തേരുകൊണ്ട് കാശിരാജ്യത്തെയും അവിടേക്ക് വന്നു ചേർന്ന സകല രാജാക്കന്മാരെയും വിറപ്പിച്ചവനാണ് ഭീഷ്മൻ. കൗരവയുദ്ധത്തിൽ ഭീഷ്മന്റെ പ്രഭാവം മുഴുവൻ വെളിപ്പെട്ടു. അദ്ദേഹമുണ്ടായിരിക്കെ ആർക്കും കൗരവരെ ജയിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായി. അങ്ങനെയുള്ള ഭീഷ്മ പിതാമഹനെ ശിഖണ്ഡിയാകുന്ന മറ പിടിച്ച് അർജുനനെ കൊണ്ട് വീഴ്ത്തിച്ചത് ഞാനല്ലേ? തീഷ്ണങ്ങളായ അർജുന ബാണങ്ങളേറ്റ് ചോരപുരണ്ടു മറിഞ്ഞു വീണ കാഴ്ച ഞാൻ എങ്ങനെ മറക്കും? എന്റെ മനസ്സിനെങ്ങനെ സമാധാനം കിട്ടും? വാസ്തവത്തിൽ പിതാമഹന് ഒരു ബാണമേ ആവശ്യമുള്ളൂ ശിഖണ്ഡിയെ കൊല്ലാൻ. എന്നിട്ടും അത് ചെയ്യാതെ മരണത്തെ കാത്ത് അർജുന ബാണങ്ങളെ സ്വാഗതം ചെയ്ത എന്റെ പിതാമഹനെ ഞാൻ എങ്ങനെ മറക്കും? ഈ ഓർമ്മയോടുകൂടി ഞാൻ എങ്ങനെ രാജഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട് രാജാവായിരിക്കും? അതുപോലെ മഹാനായ ദ്രോണാചാര്യനെയും കൊല്ലിച്ചത് ഞാനല്ലേ? രാജ്യലോഹം കൊണ്ടൊരാനയുടെ മറ പിടിച്ച് അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് കളവ് പറയുക തന്നെയാണുണ്ടായത്. സത്യം പറയൂ യുധിഷ്ഠിര, എന്റെ മകൻ കൊല്ലപ്പെട്ടുവോ എന്ന് ചോദിച്ച ആചാര്യനോട് സത്യത്തിന്റെ പരിവേഷമണിഞ്ഞ ഞാൻ ഒരാനയെ മുൻനിർത്തി അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് കളവ് പറഞ്ഞു. രാജ്യലോഹമാണ് എന്നെക്കൊണ്ട് കളവ് പറയിച്ചത്. അതും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനും അജയ്യയോദ്ധാവുമായ കർണനെയും കൊല്ലിച്ചത് ഞാൻ തന്നെ. കൂടാതെ അസംഖ്യൻ രാജാക്കന്മാരെയും എണ്ണമറ്റ സൈന്യങ്ങളെയും ഞാൻ കൊല്ലിച്ചു. ഇതിനൊക്കെ ഏകഹേതു എന്റെ രാജ്യലോഭം മാത്രമാണ്. അങ്ങനെയുള്ള എനിക്കിനി രാജ്യം ഭരിക്കാനോ ജനങ്ങളുടെ മുഖത്തു നോക്കാനോ സമാധാനമായി ജീവിക്കാനോ എങ്ങനെ സാധിക്കും? ഒരിക്കലും സാധിക്കുമെന്ന് പറയാൻ വയ്യ. അതിനാൽ എനിക്കിനി മരിക്കാൻ മാത്രമേ ആഗ്രഹമുള്ളൂ. നിങ്ങളെല്ലാവരും അതിനനുവദിക്കുകയാണ് വേണ്ടത്. ഇവിടെ കിടന്ന് പ്രായോപവേശം ചെയ്ത് ഞാൻ പരമഗതിയെ പ്രാപിച്ചുകൊള്ളാം. അതിനാരും തടസ്സമൊന്നും പറയാതിരുന്നാൽ മതി. ഇപ്പോൾ മുതൽ ഞാനിനി അന്നമോ പാനീയങ്ങളോ ഒന്നും തന്നെ സ്വീകരിക്കുന്നതല്ല. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.